പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞായറാഴ്ചയാണ്. ഈ ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാം പഠിച്ച വചനങ്ങൾ, അതായത് ഒരു ദിവസം ഒഴിച്ച് ബാക്കിയില്ല 5 വചനങ്ങൾ നാം ഇന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. അപ്പം നമ്മൾ ആദ്യത്തെ ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ ഇന്ന് ഈ ശനിയാഴ്ച ദിവസം ഫെബ്രുവരി 7-ാം തീയതി വരെ പഠിച്ച വചനങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഫെബ്രുവരി മാസം 2-ാം തീയതി നാം പഠിച്ച വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 1-ാമത്തെ വചനമായിരുന്നു. കർത്താവേ, അങ്ങാണ് ദൈവം, ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. എന്നിട്ട് പറയുകയാണ്, പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. അതായിരുന്നു നാം 2-ാം തീയതി പഠിച്ച വചനം. ഇനി 3-ാം തീയതി പഠിച്ച വചനം പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 26-ാമത്തെ വചനമാണ്. അതിങ്ങനെയാണ്: ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു, ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടമുണ്ടാവുകയില്ല. ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ 2-3 ദിവസങ്ങളിൽ പഠിച്ചത്, അതായത് 2-ാം തീയതി 3-ാം തീയതി. ഇനി 5-ാം തീയതി, 4-ാം തീയതി നമുക്കില്ലായിരുന്നു. 5-ാം തീയതി പഠിച്ച വചനം ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 26-ാമത്തെ വചനം. എൻ്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്ന് ഞാൻ വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ അതായിരുന്നു നാം 5-ാം തീയതി. ഇനി 6-ാം തീയതി പഠിച്ച വചനം വിശുദ്ധ പൗലോസ് ശ്ലീഹാ കൊറിന്ത്യോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വചനം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഇനി ഫെബ്രുവരി 7-ാം തീയതി പഠിച്ച വചനം, ശനിയാഴ്ച ഇന്നലെ പഠിച്ച വചനം വിലാപങ്ങളുടെ പുസ്തകം ദ ബുക്ക് ഓഫ് ലാമെന്റേഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 40, 3-ാം അധ്യായം 40-ാം വചനം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. നമുക്ക് കർത്താവിങ്കിലേക്ക് തിരിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സ്വന്തമായി തീരാൻ ആഗ്രഹിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു പുതിയ ആഴ്ചയിലേക്ക് ദൈവം നമ്മെ നയിക്കും എന്നുള്ള പ്രത്യാശയോടെ ആമേൻ.